അങ്കിൾ കാവിലേക്കോട്ട് അപ്പൊ അതിന് വിശ്വസിക്കുമ്പോൾ ആ രാത്രിയിൽ താഴ്വാരത്തിൽ പ്രവാചകനും മനുഷ്യന്മാർക്കും കാവലിരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരാണ്. അമ്മാറാകട്ടെ തന്റെ ക്ഷീണം കൊണ്ട് പരിസരം പോലും അറിയാതെ ഉറങ്ങുകയാണ്. നിശബ്ദമായ ആ വേളയിൽ പ്രകൃതിയിലെ എല്ലാ മഹാവിന്റെ മുമ്പിൽ സാഹിത്യങ്ങൾ പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അത് ഒരു വിഷയം പൊട്ടിപ്പെടുകയാണ്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ മാത്രമല്ല, ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും തന്റെ നാഥനെ പ്രകീർത്തിക്കുന്നവരാണ്. ഇങ്ങനെ പ്രകീർത്തിക്കണം, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. അതൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ അത് പ്രകീർത്തനമാണ്, പ്രാർത്ഥനയാണ്, സാഷ്ടാംഗമാണോ? എല്ലാ സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലാണ്. ഇത് അള്ളാഹിനെ ബോധ്യപ്പെടുകയാണ്. അള്ളാഹ് ചിന്തിച്ചു, സ്വർഗത്തുള്ള സകലവും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രധാനം വർദ്ധിക്കുമ്പോൾ ഞാനായി തിന്നിൽ വെറുതെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുകയാണ്. ഓരോ ചെയ്യും അദ്ദേഹം നമസ്കാരത്തിലേക്ക് തിരികെ നമസ്കാരത്തോട് അല്പം കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞ ആ മുശ്രിക്കത്തിന്റെ ഭർത്താവ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ രാത്രിയുടെ വളരെ നിശബ്ദനായി പ്രകീർത്തനത്തിലും പ്രാർത്ഥനയിലും മുഴുകി നിൽക്കുന്ന അള്ളാഹിന്റെ അദ്ദേഹം തന്റെ അമ്മയെത്തുകയാണ്. തന്റെ കയ്യിൽ തറസാകുമ്പോൾ നമസ്കാരത്തിനിടയിൽ ഒളിച്ചു വീണ്ടും നമസ്കാരം തുടങ്ങി. രണ്ടാമത്തെ അമ്പും താമസിയാതെ ഒളിച്ചു, അതും അദ്ദേഹം കൂടിയെറിഞ്ഞു. മൂന്നാമത്തെ അമ്പും എടുത്തു, അതും ഭൂരിപക്ഷി അദ്ദേഹത്തിന് പിന്നീട് നമസ്കാരം തുടരാൻ പ്രയാസമായി രക്തം വാങ്ങി നിൽക്കുകയാണ്. തന്റെ തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന തട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ കാവലിരിക്കും, ഞാൻ ഇപ്പോൾ വിശ്രമിക്കട്ടെ. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന അള്ളാഹിനെ കണ്ടപ്പോൾ അള്ളാഹ് ചിന്തിച്ചു, എന്ത് സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞു, ശത്രുപക്ഷത്തിൽ നിന്ന് വന്ന അമ്പയിൽ അതിന്റെ ശരീരത്തെ തുളച്ച വേലയില്ല. അള്ളാഹ് ചോദിച്ചു, ആദ്യം തന്നെ അമ്പയിൽ